നമസ്കാരം. NGP കേരള ചാനലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 30/5/26 തിരുവനന്തപുരം YMC ഹാളിൽ ഓൺ ഇന്ത്യ വൺ പെൻഷൻ സംഘടനയുടെ സംസ്ഥാനതല കമ്മിറ്റി രൂപീകരണ കൺവെൻഷൻ നടക്കുകയുണ്ടായി. അതിൻ്റെ ഉദ്ഘാടനം മനോജ് ശങ്കരനല്ലൂർ നടത്തുകയുണ്ടായി. യോഗത്തിൽ ഓൺ ഇന്ത്യ വൺ പെൻഷൻ സംബന്ധിച്ച വിശദീകരണങ്ങൾ, ഓൺ ഇന്ത്യ വൺ പെൻഷൻ എന്താണ്, അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം, എങ്ങനെയാണ് അത് നടപ്പിലാക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെ സംബന്ധിച്ച് പലരും സംസാരിക്കുകയുണ്ടായി. ദൃശ്യങ്ങൾ കാണുക. ഈ ചാനൽ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പോകാം വീഡിയോയിലേക്ക്. ഏറെ പ്രിയങ്കരനായ അധ്യക്ഷൻ ഡോക്ടർ ത്രിമൂർത്തി, നോബർട്ട് AK ന്യൂ ജനറേഷൻ പാർട്ടിയുടെ സംസ്ഥാന ചെയർമാൻ ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട നല്ലവരായ സഹോദരന്മാരെ, ജനശക്തി വൺ ഇന്ത്യ വൺ പെൻഷൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദേശീയ തലത്തിൽ ഇന്ത്യയിലെ 12 സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ജനശക്തി വൺ ഇന്ത്യ വൺ പെൻഷൻ. ജമ്മു കാശ്മീരിലുണ്ട്, പഞ്ചാബിലുണ്ട്, മഹാരാഷ്ട്രയിലുണ്ട്. കഴിഞ്ഞ ദിവസമായിരുന്നു നാസിക്കിൽ, മഹാരാഷ്ട്രയിലെ കേടിൽ ജനശക്തി വൺ ഇന്ത്യ വൺ പെൻഷന്റെ സമ്മേളനം കഴിഞ്ഞു. ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾക്കൊക്കെ അവിടെയും തുടക്കം കുറിച്ചു. അതുപോലെ തന്നെ തെലങ്കാനയിൽ അവിടെ അതിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടക്കം കുറിച്ചു. അതുപോലെ ജാർഖണ്ഡിൽ ഇതിൻ്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോവുകയാണ്. ഡൽഹിയിൽ ഇതിൻ്റെ സംവിധാനം മുന്നോട്ട് പോവുകയാണ്. അതുപോലെ തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലും ഇതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. കർണാടകയിൽ ഈ വരുന്ന 24-ാം തീയതി ബാംഗ്ലൂരിൽ വെച്ച് സംഘടനയുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. തൊട്ടടുത്തായ തമിഴ്നാട്ടിൽ കഴിഞ്ഞ മാസം ഇതുമായി ബന്ധപ്പെട്ട മീറ്റിങ്ങുകൾ ഉണ്ടായിരുന്നു, ഞാൻ പങ്കെടുത്തിരുന്നു. അതുപോലെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, വിവിധ സംസ്ഥാനങ്ങളിൽ ഇന്ത്യയിലെ ദേശീയ തലത്തിൽ 29 സംസ്ഥാനങ്ങളിലും ഈ സംഘടനയുടെ ആശയത്തെ എത്തിക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. കാരണം മുന്നോട്ട് വെക്കുന്നത് ഈ രാജ്യത്തെ വയോജനങ്ങൾക്കായി, പാവപ്പെട്ട 60 വയസ്സ് കഴിഞ്ഞ മുഴുവൻ രാജ്യത്തെ പൗരന്മാർക്കും സാമ്പത്തിക പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന ആ പോയിന്റ് കൂടി എടുത്തു പറയേണ്ടി വരും. ഒരു ബസ്സിൽ കയറി കഴിഞ്ഞാൽ 10 രൂപയുടെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ 4 രൂപ 28 പൈസ നമ്മൾ നികുതി നൽകുകയാണ്. പെട്രോൾ അടിക്കാൻ വേണ്ടി പെട്രോൾ പമ്പിൽ ചെന്ന് കഴിഞ്ഞാൽ എത്ര ശതമാനമാണ് നികുതി? ഏകദേശം 42% നികുതി നൽകുക. അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പുമാണ്. 33 അംഗ പാനലാണ് ഈ തെരഞ്ഞെടുപ്പിലുള്ളത്. സംസ്ഥാന കമ്മിറ്റിയുടെ രൂപീകരണമാണ്. അപ്പോൾ ഈ പാനലിൽ വന്നിരിക്കുന്നത് 33 പേരുടെ പാനലാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇനിയും ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ നിരവധി ആളുകളുണ്ട്. ആരെങ്കിലും ഉണ്ടെങ്കിൽ കടന്നു വരിക. വേവിശേഷി ഉൾപ്പെടെയുള്ള ആളുകൾ അതേപോലെ പ്രവർത്തിച്ചിട്ടുള്ളൂ. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ തന്നെ നല്ലൊരു ആശയം എന്ന നിലയ്ക്ക് പ്രേംരാജേട്ടനെ വിളിച്ചിട്ടാണ് ഇവിടെ വരാൻ സാധിച്ചത്. വന്നപ്പോൾ തന്നെ പരിചയമുള്ള ഒരുപാട് മുഖങ്ങളെയും ഇവിടെ കാണാൻ സാധിച്ചു. പറഞ്ഞ ആശയം നല്ലത് തന്നെയാണ്. പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സംസ്ഥാനത്തിൻ്റെയും സാമ്പത്തിക സ്ഥിരതയും അതുപോലെ വിവിധ സംസ്ഥാനങ്ങളുടെ മറ്റ് ഉപഭോക്തൃ സംസ്കാരവും തമ്മിൽ ഒരുപാട് വ്യത്യസ്തതകളുണ്ട്. അവർക്ക് പകുതി തുക പെൻഷനായിട്ട് പോകുന്ന സാഹചര്യങ്ങളുണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് മാറി ഈ 140 കോടിയോളം ജനം വരുന്ന ഒരു രാജ്യത്ത് അർഹതപ്പെട്ട രീതിയിൽ സാധാരണക്കാരായിട്ടുള്ള പാവങ്ങളായിട്ടുള്ള വയോജനങ്ങൾക്ക് അർഹതപ്പെട്ട ധനാരമല്ല എന്നുണ്ടെങ്കിൽ പോലും അവർക്ക് ജീവിതാവശ്യങ്ങൾക്ക് നിറവേറ്റാൻ വേണ്ടി കഴിയുന്ന രീതിയിലുള്ള ഒരു സഹായം അല്ലെങ്കിൽ ഒരു പിന്തുണ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ വേണ്ടി ഇപ്പോൾ മനോജേട്ടൻ നേതൃത്വം കൊടുക്കുന്ന ഈ പ്രസ്ഥാനത്തെ കൊണ്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.